ഒരു പ്രൊഫൈൽ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഒരു ഫേസ്ബുക്ക് പ്രൊഫൈൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ അദ്ദേഹത്തിന് കുറച്ച് കമ്മ്യൂണിറ്റീസായിട്ട് ഇന്ററാക്ട് ചെയ്യാനും ഈ പറയുന്ന ഫ്രണ്ട്സ് അങ്ങനെയുള്ള റിലേഷൻസ് ബിൽഡ് ചെയ്യാനും അത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു ടൂൾ മാത്രമാണ് ഒരു പ്രൊഫൈൽ എന്ന് പറയുന്നത്. അവിടെ നമ്മൾ ഫ്രണ്ട്സിനെ ഉണ്ടാക്കുന്നു, അത് കണക്ക് ഗ്രൂപ്പുകളാണ് കമ്മ്യൂണിറ്റീസ്. ഈ ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുന്നു, അവിടെ നമുക്ക് ഇഷ്ടപ്പെട്ട ഫോട്ടോസും കണ്ടന്റും ഷെയർ ചെയ്യും, ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുന്നു, പേജിൽ ലൈക്ക് ചെയ്തു. അപ്പൊ ഒരു പ്രൊഫൈൽ എന്ന് പറയുന്നത് അത്രേ ഉള്ളൂ. അവിടെ നമുക്ക് ഒരിക്കലും ഈ പറഞ്ഞ ഒരു ബിസിനസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയും ചെയ്യാൻ പറ്റത്തില്ല. എന്ന് പറയുന്നത് ഇപ്പൊ നമുക്കൊരു പെയ്ഡ് ആഡ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ ഇടുന്ന പോസ്റ്റിന്റെ കുറെ റീച്ചും ഇൻസൈറ്റ് ഒക്കെ എത്ര ഉണ്ടെന്ന് അറിയണം, അതിന്റെ ബാക്ക് എൻഡ് മെഷർ ചെയ്യണം. അതൊന്നും നമുക്കൊരു പ്രൊഫൈലിൽ പറ്റത്തില്ല. ഓക്കെ, പേജ് എന്ന് പറയുന്ന കൺസെപ്റ്റ് തന്നെ ഒരു ബിസിനസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ടേമാണ് ഫേസ്ബുക്ക് പേജ് എന്ന് പറയുന്നത്. അപ്പൊ ഒരു ഫേസ്ബുക്ക് പേജ് നമ്മളൊരു ബിസിനസ്സിനോ അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു പ്രൊഫഷണലിനോ അല്ലെങ്കിൽ നമ്മളൊരു സെലിബ്രിറ്റി, അപ്പം അങ്ങനെയൊക്കെ നമ്മളൊരു പ്രൊഫൈലിൽ നിന്നുകൊണ്ട് ഒരു അടുത്ത ലെവലിലേക്ക് ഒരു വൈഡ് ഓഡിയൻസിനെ ടാർഗറ്റ് ചെയ്യാനും ഈ പറഞ്ഞ പെയ്ഡ് ക്യാമ്പയിൻസ് റൺ ചെയ്യാനും ഇതിനൊക്കെ നമ്മുടെ പേജിന്റെ പെർഫോമൻസ് എല്ലാം അനലൈസ് ചെയ്യാനൊക്കെ എന്ന് വെച്ചാൽ നമ്മളിടുന്ന കോണ്ടന്റിന്റെ പെർഫോമൻസ് ഒക്കെ അനലൈസ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? അവിടെ ഒരു പേജ് തന്നെ വേണം. ഓക്കെ, പക്ഷെ ഒരു പേജ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്കൊരു പ്രൊഫൈൽ മസ്റ്റാണ്. പ്രൊഫൈൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ പേജുകളെല്ലാം ഹാൻഡിൽ ചെയ്യാനും പറ്റത്തുള്ളൂ. എല്ലാത്തിനെയും കോറായിട്ടുള്ള ഒന്നെന്ന് പറയുന്നത് പ്രൊഫൈലാണ്. പ്രൊഫൈൽ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് മാർക്കറ്റിംഗ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ പ്രൊഫൈൽ മാൻഡേറ്ററി ആണ്. ഓക്കെ, ഇപ്പൊ എക്സാമ്പിൾ നമ്മൾ പ്രൊഫൈൽ എടുത്ത് നിങ്ങൾ ഇങ്ങനെ സീമോർ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ പേജസ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണും. ഈ പേജസ് എന്ന് പറയുന്ന ഓപ്ഷനിലാണ് നിങ്ങൾ ഏതൊക്കെ പേജുകൾ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്, പുതിയ പേജുകൾ ക്രിയേറ്റ് ചെയ്യാനും എല്ലാം ഈ പേജസ് എന്ന് പറയുന്ന ഓപ്ഷൻ വഴിയാണ് ചെയ്യുന്നത്. ഇതിന്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള നമ്മൾ അടുത്ത സെക്ഷൻസിൽ മനസ്സിലാക്കും. അപ്പോൾ നമ്മളൊരു ബിസിനസ്സിന് ഒരു സോഷ്യൽ മീഡിയ അക്കൗണ്ട് വേണമെന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് ഒരു പേജ് ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഫേസ്ബുക്കിൽ ഒരു പേജ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ ഒരു ബിസിനസ് പേജ് തന്നെ നമുക്ക് പറയാം. അപ്പൊ പേജ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു ബിസിനസിന്റെ ലോഗോയും ബിസിനസ് ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്ത് പേജ് സെറ്റപ്പ് ചെയ്യുന്നു. നമുക്ക് ഈ പറയുന്ന കോണ്ടന്റുകൾ പബ്ലിഷ് ചെയ്യാം, ഈ കോണ്ടന്റുകൾ നമുക്ക് മറ്റു പ്രൊഫൈലിൽ നിന്നുകൊണ്ട് ഷെയർ ചെയ്യാം, ഇതിനൊക്കെ പെയ്ഡ് ആഡ്സ് റൺ ചെയ്യാം. ഇതിനെല്ലാം നമുക്ക് വേണ്ടത് ഒരു ഫേസ്ബുക്ക് പേജ് ആണ്. ഓക്കെ, പക്ഷെ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ നമ്മൾ നോർമൽ എടുക്കുന്ന നമുക്കൊരു പ്രൊഫൈൽ എടുത്തിട്ട് അതിനെ ബിസിനസ് പ്രൊഫൈലായിട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ബിസിനസ് പർപ്പസിന് ഉപയോഗിക്കാൻ പറ്റും. ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ ബിസിനസ് അക്കൗണ്ടിൽ കണ്ടിട്ടില്ലേ ഇൻസ്റ്റാഗ്രാമിൽ? ഓക്കെ, അപ്പം ആ ഒരു ഇൻസ്റ്റാഗ്രാമിന്റെ ബിസിനസ് അക്കൗണ്ടും പേജും തമ്മിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഒരുമിച്ച് ഉപയോഗിക്കാനും അതിനൊക്കെ ഒരുമിച്ച് ആഡ് ചെയ്യാൻ അങ്ങനെ ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഇതൊരു പേജാണ്, ഇത് തന്നെ ഒരു വേറൊരു പേജാണ്. അപ്പൊ ഇതിനകത്ത് നമുക്കിങ്ങനെ കാര്യങ്ങളൊക്കെ ഇടുമ്പോൾ തന്നെ ഇൻസൈറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇതിനകത്തൊരു പ്രൊഫഷണൽ ഡാഷ്ബോർഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്തുമാത്രം പോസ്റ്റ് റീച്ച് കിട്ടിയിട്ടുണ്ട്, എന്തുമാത്രം ഈ റീച്ച് എൻഗേജ്മെന്റ് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് നമ്മളെപ്പോഴും കേട്ട് കാണും. പോസ്റ്റ് റീച്ച്, പോസ്റ്റ് എൻഗേജ്മെന്റ്, ഇത് ഇത്രയേ ഉള്ളൂ. പോസ്റ്റ് റീച്ച് എന്ന് പറയുന്നത് നമ്മൾ പബ്ലിഷ് ചെയ്തൊരു കോണ്ടന്റ് എത്ര അക്കൗണ്ട് സെന്റേഴ്സ് അല്ലെങ്കിൽ എത്ര പ്രൊഫൈലിന്റെ ഫീഡിലേക്ക് എത്തിയിട്ടുണ്ട്, അതാണ് റീച്ച്. എന്നുവെച്ചാൽ ഫീഡിലേക്ക് എത്താന്ന് വെച്ചാൽ ഒരാൾ സ്ക്രോൾ ചെയ്ത് പോയപ്പോൾ അയാൾ കണ്ടിരുന്നു, ജസ്റ്റ് സ്ക്രോൾ ചെയ്തിട്ടായാലും പാസ് ചെയ്ത് പോയിരുന്നു. അപ്പം ആ ഒരു സ്ക്രീനിലൂടെ പാസ് ചെയ്ത് പോകുമ്പോഴാണ് ഒരു പ്രൊഫൈലിലേക്ക് ഒരു കോണ്ടന്റ് എത്തി എന്ന് ഇവർ മെഷർ ചെയ്യുന്നു. ഓക്കെ, അപ്പം അവരിട്ട ഒരു പോസ്റ്റ് ഈ പറഞ്ഞൊരു പ്രൊഫൈലിൽ എത്തിയിട്ടുണ്ട്, സ്ക്രോൾ ചെയ്ത് പോയപ്പോൾ പാസ് ചെയ്ത് പോയാൽ നമുക്ക് അത് റീച്ച് ആയിട്ട് കൺസിഡർ ചെയ്യാം. റീച്ച് ഒരു പ്രൊഫൈൽ എത്ര പ്രൊഫൈൽസിൽ എത്തിയിട്ടുണ്ട് എന്ന് റീച്ച്. എൻഗേജ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? എൻഗേജ്മെന്റ് ആ കണ്ട പോസ്റ്റില് ഒരു വീഡിയോയോ പോസ്റ്ററോ എന്തോ ആയിക്കോട്ടെ, അതുമായിട്ട് ഈ കണ്ടയാൾ എന്തെങ്കിലും രീതിയിലുള്ള ഇന്ററാക്ഷൻസ് നടത്തുമ്പോഴാണ് അതിന് എൻഗേജ്മെന്റ് എന്ന് പറയുന്നത്. ഇന്ററാക്ഷൻസ് എന്ന് പറയുന്നത് ഒന്നല്ലെങ്കിൽ ഇപ്പോൾ ചിലപ്പോൾ ഒരു വീഡിയോ ആണെങ്കിൽ അയാൾ ആ പ്ലേ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ചിലപ്പോൾ ആ വീഡിയോ കണ്ട് കാണാം. ഓക്കെ, വീഡിയോ കണ്ട് കാണാം, ചിലപ്പോൾ ഫുള്ള് കാണണമെന്നില്ല, പ്ലേ ബട്ടൺ മാത്രം ക്ലിക്ക് ചെയ്ത് കാണത്തേ ഉള്ളൂ. ആദ്യത്തെ ഒരു സെക്കൻഡ് ഉണ്ടപ്പോഴേക്കും അയാൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അയാൾ സ്ക്രോൾ ചെയ്ത് കളയും. പക്ഷെ അയാൾ എന്ത് ചെയ്തു? പ്ലേ ബട്ടൺ ക്ലിക്ക് ചെയ്തു. അതൊരു എൻഗേജ്മെന്റ് ആണ്. ഇപ്പൊ ഒരു ഫോട്ടോയെ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്തു, അതൊരു എൻഗേജ്മെന്റ് ആണ്. ലൈക്ക് ചെയ്തു, കമന്റ് ചെയ്തു, ഷെയർ ചെയ്തു, എന്തെങ്കിലും ബട്ടൺസ് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്തു. അപ്പം ഏതെങ്കിലും രീതിയിൽ ആ കോണ്ടന്റുമായിട്ടൊരു ഇന്ററാക്ഷൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിനെ എൻഗേജ്മെന്റ് എന്ന് പറയും. അപ്പൊ അതാണ് എൻഗേജ്മെന്റ്. അതാണ് നിങ്ങൾ നോക്ക്, 8562 റീച്ച് ഉണ്ടായിട്ട് എൻഗേജ്മെന്റ് എത്രയേ ഉള്ളൂ? 429 ഉള്ളൂ. ഇത് ഓവറോൾ പേജിന് കണ്ടന്റ് ആണ് കേട്ടോ, ഒരു പോസ്റ്റിന്റെ അല്ല. അപ്പം
ആ നമുക്കറിയാൻ പറ്റും നമ്മൾ ഇടുന്ന ഇത് കണക്ക് ഇൻസൈറ്റ്സും കാര്യങ്ങളും കുറെ പേജിന്റെ ഇൻസൈറ്റും കാര്യങ്ങളും കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ ഇതെല്ലാം നമുക്ക് അറിയണത് എന്ത് വേണം, ഒരു പേജ് ഉണ്ടെങ്കിൽ ഈ പറയുന്ന നമ്മൾ ഇടുന്ന ആ കോണ്ടന്റിന്റെ പെർഫോമൻസും ഇൻസൈറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. ഓക്കെ, അപ്പം പേജ് ആകുമ്പോൾ നമുക്ക് മൾട്ടിപ്പിൾ പേഴ്സൺസിന് ഹാൻഡിൽ ചെയ്യാൻ കൊടുക്കാൻ പറ്റും. അവർക്ക് ആക്സസ് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് പേജ് ഹാൻഡിൽ ചെയ്യാം, ഈ പറയുന്ന ടാസ്കുകൾ ചെയ്യാം. അപ്പം ഒരു ബിസിനസ് ഓറിയന്റഡ് ആയിട്ട് നമ്മളൊരു ബിസിനസിനെ സോഷ്യൽ മീഡിയ കൊണ്ടുവരുമ്പോൾ ഇനിഷ്യലായിട്ട് ചെയ്യുന്നതാണ് ഒരു ഫേസ്ബുക്ക് പേജ് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അത് കണക്ക് തന്നെ ഒരു ഇൻസ്റ്റാഗ്രാമിലെ ബിസിനസ് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക, വാട്സപ്പിൽ ഒരു ബിസിനസ് പ്രൊഫൈൽ സെറ്റപ്പ് ചെയ്യുക. ഇന്ന് ഇതെല്ലാം മെറ്റയുടെ കീഴിലായതുകൊണ്ട് നമുക്ക് ഇതെല്ലാം കണക്ട് ചെയ്തുകൊണ്ട് തന്നെ ക്യാമ്പയിൻസും ഒരേ സമയം ആഡ്സും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വരുന്ന ക്ലാസ്സുകളിൽ പറയാം. ഇപ്പോൾ പറഞ്ഞ കൺഫ്യൂഷൻ ആക്കുന്നില്ല.